ദീപത്തിൽ നിറയുന്ന നാദമായിലെ കാരുണ്യമേ അജ്ഞത നീക്കി അനുഗ്രഹിക്കൂ. ഗുഹൈക്കുള്ളിലെ കാരുണ്യമേ അജ്ഞത നീക്കി അനുഗ്രഹിക്കൂ. ബുദ്ധിയ ശക്തിയായി സത്യമായ ഞങ്ങളിൽ നിത്യവും ചൈതന്യം ചൊരിയണമേ. ബുദ്ധിയ ശക്തിയായി സത്യമായി ഞങ്ങളിൽ നിത്യവും ചൈതന്യം ചൊരിയണമേ. ഈശ്വര ഞങ്ങളെ കാത്തുകൊള്ളേണമേ ഈ പ്രപഞ്ചത്തിന്റെ ദീപമായി. നമസ്കാരം. ഈ വേദിയിലിരിക്കുന്ന ആദരണീയ അധ്യാപകർ, എത്രയും പ്രിയം നിറഞ്ഞ എൻ്റെ കൂട്ടുകാരെ, നമ്മളെ സംബന്ധിച്ച് ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയ അധ്യാപകർക്കും കൂട്ടുകാർക്കും സ്വാഗതം അർപ്പിക്കുക എന്നുള്ളതാണ് ഇതിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമ. എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ കൂട്ടായ്മയെ കുറിച്ച് ഒന്ന് രണ്ട് വാചകങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ഒന്ന് രണ്ട് സഹപാഠികൾ നമുക്കുണ്ട്. അവർക്ക് വേണ്ടി ഒരു മിനിറ്റ് നമുക്ക് മൗനം ആചരിക്കാം. നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾ ഇവരാണ്: അനീഷ് ദിവാകരൻ, സുഭാഷ് ജോയി, ബൈജു ഐസക്, ജോർജ്, പ്രമോദ്, ബിജുമാൻ കെ. അന്ന് നമ്മളെ പഠിപ്പിച്ച കുറച്ച് അധ്യാപകർ കൂടി ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. നമ്മുടെ പ്രിയപ്പെട്ട ബെർണാഡ് സാർ, കൈമൾ സാർ, കൃഷ്ണൻ സാർ, അവരുടെ എല്ലാം ആത്മാവിന് നിത്യശാന്തി ചെയ്യുന്നു. നീണ്ട 30 വർഷങ്ങൾക്ക് ശേഷമുള്ള ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് നിമിത്തമായ ചില കാര്യങ്ങളുണ്ട്. 1-2 വർഷമായി നമ്മൾ ഈ കൂട്ടായ്മയെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഒരു പ്രിയ സുഹൃത്തിന് ആരോഗ്യപരമായ പല പ്രശ്നങ്ങൾ ഉണ്ടാകുകയും നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് അദ്ദേഹത്തിന് കൃത്യസമയത്ത് ചികിത്സാ സഹായം എത്തിക്കുവാൻ സാധിക്കുകയും ചെയ്തു. അപ്പോഴാണ് നമ്മൾ ഈ കൂട്ടായ്മയുടെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് വളരെ ആക്റ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങുകയും ഇങ്ങനെ ഒരു സംരംഭത്തിന് തുടക്കമിടുകയും ചെയ്തു. നമ്മുടെ ഈ ഉദ്യമത്തിൽ വളരെ ആക്റ്റീവായിട്ട് മുമ്പോട്ട് നിന്ന കുറച്ച് ആൾക്കാരെ ഈ നിമിഷത്തിൽ സ്നേഹത്തോടെ നമുക്ക് ഓർക്കാം. നമ്മുടെ പ്രിയ സുഹൃത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ വന്നപ്പോൾ നമ്മളത് അറിയുന്നത് നമ്മുടെ പ്രിയ സുഹൃത്ത് ലിബുവിലൂടെയാണ്, ലിബു ജോസഫിലൂടെയാണ്. ഇപ്പൊ ലിബു അത് ദീപുവിനെയും ഷാജിയെയും ധരിപ്പിക്കുകയും നമ്മളൊരു വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങുകയും അതിനുശേഷം ആ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയും ഈ ഒരു നമ്മുടെ സ്നേഹ കൂട്ടായ്മയ്ക്ക് വേണ്ടിയും നമ്മുടെ എല്ലാം സമയക്കുറവുകൾ പരിഹരിച്ച് നമ്മളോടൊപ്പം നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട ദീപുവും ഷാജിയുമാണ്. അപ്പൊ അവർക്ക് നമുക്ക് വലിയൊരു കൈയ്യടി കൊടുക്കണ്ടേ? പലയിടത്തായി മുത്തുകൾ പോലെ ചിതറിക്കിടന്ന് നമ്മളെ ഒരു മാലയിൽ എടുത്തത് അവരുടെ വിശ്രമമില്ലാത്ത പ്രവൃത്തികളാണ്. പിന്നെ നമ്മുടെ ലിബുവിനെ കുറിച്ച് പറഞ്ഞപ്പോ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഇങ്ങനെ ഒരു കൂട്ടായ്മ തുടങ്ങുമ്പോഴാണ് ലിബു എന്ന് പറയുന്ന കവിയെ നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ തീം സോങ് എഴുതിയതും അതിന് സംഗീതം നൽകിയും നമ്മുടെ പ്രിയപ്പെട്ട ലിബു ആണ്. ആ തീം സോങ് നമുക്കൊന്ന് കേൾക്കണ്ടേ? ആ തീം സോങ് ഒന്ന് ലിബു ഒന്ന് എഴുന്നേറ്റേ. ജീവിതം നമുക്കൊന്നൊത്ത ചെയ്യാം. പരത്താൻ
കാലത്തിൽ ചിതറി നമ്മൾ ഒത്തുകൂട കൂട്ടരെ നേരമായി പത്തിനധികം കൂട്ടിയതമ്മോ മുപ്പതാണ്ടോളം അധികമായി കൂട്ടരെ അറിയാണ്ടും പറയാണ്ടും പോയി കൂട്ടരെ വർഷങ്ങളൊന്നും പോയി കൂട്ടരെ നമ്മളെ സംബന്ധിച്ച് ജീവിതത്തിന്റെ ഒരു 4ാം ഘട്ടമെന്ന് തന്നെ പറയാം. ഈ ജീവിതയാത്രയിൽ സ്നേഹമാണ് എല്ലാത്തിനും ഉപരിയായതെന്നും മറ്റൊരാളുടെ മുഖത്ത് നമ്മൾ മൂലം ഒരു ചിരി പടരുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നതെന്നും നമ്മൾ പഠിച്ചു. ആ ഒരു ചിന്തയുടെ പരിണതഫലം തന്നെയാണ് ഈ കൂട്ടായ്മ. ഇനി നമ്മുടെ കൂട്ടായ്മയുടെ ഭാവി ലക്ഷ്യങ്ങളിലേക്ക് ഒരു വാക്ക്. നമ്മുടെ സ്കൂൾ ജീവിതത്തിൽ മിക്കവാറും എല്ലാവരും തന്നെ 10 വർഷക്കാലം ഒരുമിച്ചുണ്ടായിരുന്നവരാണ്. എല്ലാവരും തന്നെ ഈ പരിസര പ്രദേശങ്ങൾക്ക് ഉള്ളിലുള്ളവർ തന്നെയാണ്. അത് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഭാവിയിലും നമ്മുടെ ഈ ഒരു കൂട്ടായ്മയുടെ വിജയത്തിന് കാരണം. നമ്മുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുന്ന നമ്മുടെ സുഹൃത്തുക്കളെ ആവുന്നത് പോലെ സഹായിക്കുക എന്നുള്ളതാണ്. ഈ ഇടയ്ക്ക് നമുക്ക് 1-2 പേർക്ക് അത്യാവശ്യമായിട്ട് ബ്ലഡ് ആവശ്യമായിട്ട് വന്നു. അപ്പൊ നമ്മുടെ ഈ കൂട്ടായ്മയിൽ ഉള്ളവർ തന്നെ അതിന് സന്നദ്ധരായി എന്നുള്ളത് ഈ അവസരത്തിൽ കൃതാർത്ഥയോടെ സ്മരിക്കുന്നു. ബ്ലഡ് ആവശ്യമായിട്ട് വരുന്നവർക്ക് വിവരങ്ങൾ പങ്കിടാനുള്ള ഒരു വേദി കൂടിയായിരിക്കും നമ്മുടെ ഈ വാട്സപ്പ് കൂട്ടായ്മ. ഇന്നൊരു പ്രത്യേക കാര്യം, നമ്മുടെ ഈ ഒരു കൂട്ടായ്മയ്ക്ക് മാസവരിയോ സംഭാവനകളോ ഒന്നും തന്നെ നമ്മുടെ അജണ്ടയിൽ ഇല്ല. ആവശ്യമുള്ള സമയത്ത് ആവുന്നത് പോലെ സഹായിക്കുക, അത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം. ഇനിയും ഒരുപാട് ജീവിത അനുഭവങ്ങൾ പറഞ്ഞു തരാൻ നമ്മുടെ പ്രിയ അധ്യാപകർ എത്തിയിട്ടുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, എന്റെ കടമയിലേക്ക് ഞാൻ കടക്കട്ടെ. ഒരുപാട് വർഷങ്ങൾ ഈ സ്കൂളിൽ തന്നെ മലയാള അധ്യാപകനായിരുന്ന ആൾ, പല തലമുറകളുടെ പ്രിയപ്പെട്ട അധ്യാപകൻ. നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും ആരാ. വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ശ്രീനാരായൺ സർ. ഇന്നും പകർത്തെഴുതുന്ന ബുക്ക് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്ന ഒരു മുഖമുണ്ട്. പറയാവോ? ഹിന്ദി പഠിപ്പിച്ച നാരായൺ സർ. സാറ് ക്ലാസ്സിൽ വന്ന് ആദ്യം ചോദിക്കുന്ന പകർത്തെഴുതാത്തവരൊക്കെ എഴുന്നേറ്റിരുന്നു എന്ന് പറയും. ഞാനും ഒക്കെ കൂടെ അടിമേടിച്ചവരല്ല. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. പഠിക്കുന്ന കാലത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള പീരീഡ് ഏതായിരുന്നു? ഡ്രില്ല അല്ലേ? ഇപ്പൊ ഡ്രില്ലുള്ള ദിവസം നമുക്ക് സ്കൂളിലേക്ക് വരാൻ ഭയങ്കര സന്തോഷം. അന്നും ഇന്നും ശാന്തതയോടെ, അതിലുപരി സ്നേഹത്തോടെ സംസാരിക്കുന്ന, സ്നേഹത്തോടെ ചിരിക്കുന്ന നമ്മുടെ ജോസഫ് സാർ, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. റോയൽ എൻഫീൽഡ് കാണുമ്പോൾ നമുക്ക് ആരുടെയും മുഖം വരാറുണ്ടോ? ഇന്നും ആ റോയൽ ഫീൽഡ് സാറിന്റെ കാർ പോർച്ചിൽ എല്ലാവിധ ആരോഗ്യത്തോടു കൂടി ഇരിപ്പുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ സാറിന്റെ വീട്ടിൽ പോയിട്ട് അത് കണ്ടു.
മുരളി സാറ് ഒന്നും ബുള്ളറ്റ് വരുമ്പോൾ നമ്മൾ വളരെ ആരാധനയോടെ നോക്കി നിന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കാട്ടാമ്പാക്ക് എന്ന സ്ഥലത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന സ്നേഹം തുളുമ്പുന്ന ഒരു മുഖമാണ്. ആരാത്? രവീന്ദ്ര സാർ അല്ലെ? മറ്റാരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട രവീന്ദ്ര സാർ. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഗണിത അധ്യാപിക. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സബ്ജക്ട് കണക്കായിരുന്നു, മാത്സ്. പക്ഷെ എനിക്ക് അന്ന് 85% കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണം നമ്മുടെ പ്രിയപ്പെട്ട ഗണിത അധ്യാപിക മേരി ടീച്ചറാണ്. മേരി ടീച്ചറിനെ വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. ഞങ്ങൾ കാണാൻ പോയിരുന്നു എന്ന് പറഞ്ഞപ്പോ എല്ലാരും ഒരുപോലെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇപ്പോഴും പഴയ പോലെ തന്നെയാണോ? ഞങ്ങള് സാറിനെ കണ്ടിറങ്ങിയപ്പോ ദീപു എന്നോട് പറഞ്ഞു, എന്റെ പൊന്നടാവേ, ഞാൻ കയറി എല്ലായിടത്തും പോയി ഫോട്ടോ ചോദിച്ചു, പക്ഷെ എനിക്ക് ഫോട്ടോ ചോദിക്കാൻ പേടിയായിരുന്നു. അനീഷ് ഒരു കാര്യം ചെയ്യും, ഒന്ന് ചോദിച്ചിട്ട് സാറിനോട് വാട്സപ്പിൽ ഒന്ന് ഫോട്ടോ അയച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് ആളെ പിടികിട്ടിയോ? സാർ സാറിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യും. നീളമേറിയ മുടിയാണ് ഹൈലൈറ്റ്. ആളെ കിട്ടിയോ? ശാസ്ത്ര കൗതുകങ്ങളെ തന്റേതായ ശൈലിയിൽ നമുക്ക് പരിചയപ്പെടുത്തി തന്ന സ്നേഹനിധിയായ മാതൃതുല്യായ പ്രിയപ്പെട്ട റോസമ്മ ടീച്ചറിനെ ആദരപൂർവ്വ വേദിയിലേക്ക് സ്വാഗതം. അന്നും ഇന്നും ലുതി ടീച്ചറിന്റെ ഹൈലൈറ്റ് സ്നേഹം തുളുമ്പുന്ന ആ തുറന്ന ചിരിയാണ്. ഇന്ന് നമ്മളെ രാവിലെ അങ്ങ് കണ്ടു. സ്നേഹത്തോടെ അതിലുപരി ആദരവോടെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പ്രിയപ്പെട്ട ക്ലാസ് ടീച്ചർ ലുതി ടീച്ചർ. മനസ്സിൽ സ്നേഹം ഒളിപ്പിച്ച സ്നേഹനിധിയായ കർക്കശക്കാരനായ അധ്യാപകർ, അതായിരുന്നു നമുക്ക് സദാനന്ദ സാർ. ഒരുപാട് സ്നേഹത്തോടെ ആദരവോടെ സദാനന്ദ സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സദാനന്ദ സാറിന് കൂട്ടായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട അല്ലി ടീച്ചറും എത്തിയിട്ടുണ്ട്. ടീച്ചറുടെയും ഹൃദയപൂർവ്വം ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. ശാന്തത നിറഞ്ഞ മുഖം, സ്നേഹം തുളുമ്പുന്ന ചിരി, ഒരുപാട് സ്നേഹത്തോടെ അതിലേറെ ആദരവോടെ സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട ജെയിംസ് സാറിന്. നമ്മുടെ ഈ പ്രിയപ്പെട്ട മാതൃക വിദ്യാലയത്തിന്റെ പ്രിൻസിപ്പൽ ശ്രീ മണി സാർ, നമ്മളിങ്ങനെ ഒരു ആവശ്യവുമായി മുമ്പോട്ട് വന്നപ്പോൾ സാറിന്റെ ഒരു സപ്പോർട്ട്, അദ്ദേഹം വളരെ പോസിറ്റീവായ രീതിയിലാണ് നമ്മളെ അപ്രോച്ച് ചെയ്തത്. സാർ എല്ലാ വിധത്തിലുമുള്ള സഹായ സഹകരണങ്ങൾ നമുക്ക് വാഗ്ദാനം ചെയ്തു. അത് നമ്മൾ വളരെ നന്ദിയോടെ സ്മരിക്കുന്നു. അതോടൊപ്പം സാറിനെ വളരെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയിലിരിക്കുന്ന അധ്യാപകരുടെ സ്നേഹവും വാത്സല്യവും അവരുടെ അനുഗ്രഹവും തീർച്ചയായും നമ്മുടെ മുമ്പോട്ടുള്ള സംരംഭങ്ങളിലും നമ്മുടെ ജീവിതയാത്രയിലും അണയാത്ത വിളക്കുകളാകും എന്ന ഉത്തമ വിശ്വാസം നമുക്കുണ്ട്. അവരുടെ ആയുരാരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും
നിങ്ങൾക്ക് ഏവർക്കും ഇന്നത്തെ ദിവസം മനസ്സിൽ എന്നും മായാത്ത ഒരു സുദിനമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മുടെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെ പ്രിയ കൂട്ടുകാർക്ക് ഒഫീഷ്യലായിട്ടൊരു സ്വാഗതം പറയേണ്ട ആവശ്യമില്ല. എങ്കിലും എന്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ ഞാൻ ഓൾറെഡി നേർന്നു. സ്വാഗതം ആശംസിച്ചുകൊണ്ട് താങ്ക് യു. അടുത്തതായി നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് മധുര സ്മരണകളെ ഇന്നും ഓർമ്മകളെ നിലനിർത്തിക്കൊണ്ട് തിരിതെളിച്ച് ഉദ്ഘാടനം ചെയ്യുകയാണ്. ഉദ്ഘാടനത്തിനായി നമ്മുടെ മുതിർന്ന അധ്യാപകൻ നാരായണൻ സാർ, അതുപോലെ തന്നെ മേരി ടീച്ചർ, സ്കൂൾ പ്രിൻസിപ്പൽ മണി സാർ, അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾ ലീഡറായിരുന്ന ബിജു സി എ, ക്ലാസ് ലീഡർ മനോജ്, പിന്നെ നമ്മുടെ റെപ്രസെന്റേറ്റീവ് മനോജ് ബി സി എന്നിവരെ ആദരവോളം വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഹലോ, നമ്മുടെ തിരികൊടുക്കൽ ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൽ നമ്മുടെ എല്ലാവരുടെയും ഒരേ മനസ്സ് പ്രാർത്ഥനയും നമ്മളോടൊപ്പം ഉണ്ടാവണം. നമ്മുടെ ഈ കൂട്ടായ്മ ഇന്നിവിടെ ഔദ്യോഗികമായിട്ട് നമ്മൾ തുടങ്ങുകയാണ്. അതിനായിട്ട് എല്ലാവരെയും ഒരുമയോടും ഒരു ഹൃദയവുമായി നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. അടുത്തതായി അധ്യാപകരെ ആദരിക്കുന്ന ചടങ്ങിലേക്കാണ്. അതിലേക്ക് നമ്മൾ ടീച്ചേഴ്സിന്റെ പേര് വിളിക്കുമ്പോൾ നമ്മൾ ആദരിക്കാനുള്ളവരുടെ പേരും വരുന്നതാണ്. അപ്പം ടീച്ചേഴ്സിനൊക്കെ കുറച്ച് പേർക്ക് തിരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ കുഴപ്പമില്ല. അപ്പൊ പേര് വിളിക്കുന്ന എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരേണ്ടതാണ്. ആദ്യമായി നമ്മുടെ അധ്യാപകൻ നാരായണൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിച്ചു വന്നു. ആദരിക്കുന്നതിനായി ബഹുമാന്യനായ അധ്യാപകന്, പ്രിയപ്പെട്ട ശിഷ്യരെ, ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ആഹ്ലാദകരമായ ഒരു സുദിനമാണ്. നിങ്ങളെല്ലാം കാണാൻ വളരെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നിങ്ങൾ വളരെയധികം ബന്ധപ്പാടുകൾ ക്ഷണിച്ച് സാറിനെല്ലാം വീട്ടിൽ പോയി ഇവിടെ എല്ലാവരെയും കുറിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ 1965-66 കാലഘട്ടത്തിൽ ഈ സ്കൂൾ ടീച്ചറായിട്ട് വന്നതാണ്. അന്ന് നിങ്ങൾ അങ്ങനെ അതിനുശേഷം ഇവിടെ 5 കൊല്ലം ഇതിനു ശേഷം പ്രൊമോഷൻ ചങ്ങനാശ്ശേരി പോയി ഇക്കോട്ടാണ് പോയിട്ട് വീണ്ടും 1972 ഇവിടെ വന്നു. പക്ഷെ ഞാൻ പല സ്കൂളിലും ഇതിനു ശേഷമാണ് ഇവിടെ വന്നത്. ആദ്യം ജീവിതത്തിനും പിന്നെ ഒരിക്കൽ ബോയ്സ്, ഒരിക്കൽ വെസ്റ്റ്, ഇതെല്ലാം കിടന്നാണ് ഒരു ഹൈസ്കൂളിൽ വന്നത്. പക്ഷെ ഞാൻ അറിയപ്പെട്ടതനുസരിച്ച് ഇവിടുത്തെ പിള്ളേരെ പോലെ സ്നേഹമുള്ള പിള്ളേരെ ഞാൻ കണ്ടിട്ടില്ല. മോസ്റ്റ് പറയുന്നത് പിന്നെ കൂടുതൽ സ്നേഹമുള്ള പിള്ളേർ ജീവിതത്താണ്. അപ്പൊ നിങ്ങളെല്ലാം വീണ്ടും വീണ്ടും കാണുന്ന ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു സംരംഭം നിങ്ങൾ സംജാതമാക്കുക. അത് വളരെ സന്തോഷമാണ്. ഞാൻ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം നടക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉപനിഷത്ത് പറയുന്നുണ്ട്, ഉപന്യേവി ഈ ജീവിഷ ചതംസം. അപ്പോ 90 വയസ്സല്ല 100 വയസ്സായി നമ്മൾ ശരീരം അനങ്ങാനായിട്ട് നടക്കണം. അതും ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ അതിനു വേണ്ടി ദിവസവും രാവിലെ 2 കിലോമീറ്റർ നടക്കും, വൈകുന്നേരം നടക്കും. പിന്നെ വീട്ടിൽ പറ്റുന്ന ജോലിയൊക്കെ ചെയ്യും. അങ്ങനെ ഒരു ദിവസം നടക്കുമ്പോൾ ഒരു പോലീസുകാരെ അടുത്തുകൊണ്ടിരുന്നു. ഞാൻ ഒന്നും ചെയ്തില്ല, എന്നെ പിടിക്കാൻ നോക്കുക. അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ അതിൽ നിന്നൊരു പോലീസുകാരൻ ചാടി ഇതാ നോക്കിയപ്പോൾ മറ്റാരില്ല, നമ്മുടെ പ്രിയ ശിഷ്യൻ ആനന്ദ്.
അപ്പം എനിക്കും ആനന്ദമുണ്ട് വാസ്തവത്തിൽ. അതല്ലാതെ നിവൃത്തിയില്ല എന്ന് തോന്നിയിട്ടാണ് വന്നത്. ഇതൊക്കെ അസുഖം അത് ഒറ്റയടക്കമൊക്കെ ഉണ്ട്. എന്നാലും വേണ്ടിയില്ല, നിങ്ങളില്ല ഒന്ന് കാണണം, ടീച്ചേഴ്സിനെ കാണണം, നിങ്ങൾ എങ്ങനെ ജീവിതം അറിയണം എന്നൊക്കെ ഉദ്ദേശിച്ച് വന്നതാണ്. വാസ്തവത്തിൽ പഴയതിനേക്കാൾ മെച്ചമായി വളരെ തേജസ്വികളായി നിങ്ങൾ കാണപ്പെടുന്നതിൽ വളരെ സന്തോഷം. അപ്പോൾ നിങ്ങൾക്കെല്ലാം വളരെ സുഖമായിരിക്കാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഷാജി, എൻ്റെ രാജേഷിൻ്റെ മകൻ്റെ അനുഭവക്കാരൻ രാജേഷിന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു സഹായിക്കും. അങ്ങനെ ഒരു ഗുണമുണ്ട്, നമ്മുടെ ശിഷ്യനുമാണ്. പിന്നെ മറ്റൊരു ഗുണമാണ്, എൻ്റെ മക്കൾ ശിഷ്യരായതുകൊണ്ട് എനിക്ക് ആരും പ്രയാസമില്ല. അവർ കാര്യങ്ങളെല്ലാം പോയിക്കോളും. അനീഷിനോട് എന്തെങ്കിലും മൂല്യം മതി, പെട്ടെന്ന് കാര്യം സാധിക്കും. രാജേഷ് 4 ജൂലിയാണെങ്കിലും നമ്മൾ പറഞ്ഞ ഉടനെ എത്തും. അങ്ങനെ ഒരു ഭാഗ്യം ഇതുവരെ ഉണ്ട്. അവർക്ക് എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. എന്നാലും വലിയ കുഴപ്പമില്ല എന്നാണ് എൻ്റെ കാരണം. അപ്പം നിങ്ങൾക്കെല്ലാം എല്ലാവിധ അഭിവൃദ്ധിയും ആരോഗ്യ ശ്രേഷ്ഠന്മാരായും മുടക്കന്മാരായും എല്ലാവർക്കും സൗഭാഗ്യത്തോടു കൂടി വർക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. സാറിന് ക്ഷാമാനുഭവത്തിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രിയ കൂട്ടുകാരൻ ഷിബുവിനെ ക്ഷണിക്കുന്നു. അതുപോലെ മോഹൻലോ നൽകുന്നതിന് ടീംസിനെയും ക്ഷണിക്കുന്നു. ആദരണീയരായ എൻ്റെ സഹപ്രവർത്തകരെ, 1994 ഈ കലാലയത്തിൽ നിന്നും പഠിച്ച എൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളെ, ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. 30 വർഷം എന്ന് പറയുന്നത് ഒരു ചെറിയ കാലയളവല്ല, ഒരു ദീർഘമായ കാലയളവാണ് എന്ന് ഞാൻ കരുതുന്നു. ഞാൻ നാരായണ സാഹിബ് പറഞ്ഞതുപോലെ ഈ സ്കൂളിലേക്ക് വരാൻ ഉദ്ദേശിച്ചിരുന്ന ഒരാളല്ല. ഞാൻ വൈക്കം ബെച്ചൂരി ജോലി ചെയ്യുമ്പോൾ ഈ സ്കൂളിൽ ക്ലറിക്കൽ പോസ്റ്റിലായിരുന്ന ഒരു വ്യക്തി, അദ്ദേഹം വൈക്കം AEOയിൽ വരികയും അവിടെ നിന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലേക്ക് പോവുകയും ചെയ്ത ഒരാളുണ്ട്. എനിക്ക് അദ്ദേഹത്തിന്റെ പേര് മാത്രം എത്ര ആലോചിച്ചിട്ടും കിട്ടുന്നില്ല. അദ്ദേഹം കൂടെ ഈ പുത്തമാലം സ്കൂളിൽ വരുമായിരുന്നു. ഒരു ദിവസം എന്നോട് പറഞ്ഞു, സാർ ഒരു കാര്യം ചെയ്യണം, അത് പറ്റില്ല എന്ന് പറയരുത്, ഒരു റിക്വസ്റ്റ് എനിക്ക് എഴുതി തരണം. പെരുവ സ്കൂളിൽ ഒരു ഒഴിവുണ്ട്. എനിക്ക് ഈ സ്കൂളിന്റെ ചരിത്രമൊന്നും അറിയത്തില്ല, ഇവിടുത്തെ അധ്യാപകരെ അറിയത്തില്ല, ഇതിന്റെ സാഹചര്യങ്ങളൊന്നും അറിയത്തില്ല. ഞാൻ ഉദ്ദേശിച്ചിരുന്നത് ഒന്നുകിൽ കടുത്തിരിക്ക് പോകണം, അല്ലെ കാണക്കാരിക്ക് പോകണം. 91 ഒരു ജൂൺ മാസത്തിലാണ് ഞാനിവിടെ വരുന്നത്. എനിക്ക് സ്ഥലമാറ്റം അദ്ദേഹം വാങ്ങിച്ചതല്ല. ഞാനിവിടെ വരുമ്പോൾ സാഹചര്യം വളരെ മോശമായിരുന്നു. അപ്പൊ എനിക്കൊരു ലീവ് എടുക്കേണ്ട ആവശ്യമുണ്ട്. എൻ്റെ നട്ടലിനൊരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പൊ ഒരു 5-6 പിള്ളേര് ഞാൻ വരുന്ന കണ്ടുകൊണ്ട് അവന്മാർ അവിടെ നിന്ന് കമന്റ് പറയുക, ഇത് ഏത് കിഴങ്ങനോ ഒരു കിഴങ്ങ മാറിയിട്ടുണ്ട്. ഞാനെല്ലാം കേട്ടു. ഞാൻ അതുപോലെ തിരിച്ചു പോയി. ഒരു ജൂലൈ 27-ാം തീയതി ആയിട്ട് ഇവിടെ വന്നപ്പോ അന്നത്തെ ഹെഡ് മാസ്റ്റർ രാമകൃഷ്ണപിള്ള സാറായിരുന്നു. 2 ഡിവിഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഖണ്ഡികയാണ് ഹിസ്റ്ററിക്കും ഇംഗ്ലീഷിനും എടുത്തത്. അദ്ദേഹം അത് കഴിഞ്ഞ് ഇവിടുന്ന് സ്ഥലമായി പോയി. പിന്നീട് എനിക്ക് ഏറ്റവും ബഹുമാനമുള്ള ഈച്ചാപ്പ സാർ വരുന്നു. സാറ് വരുമ്പോൾ ഇവിടെ കൊടുമ്പടി കൊണ്ടുള്ള സമരമാണ്. ഇതിനെ ഒന്ന് കൈകാര്യം ചെയ്യാൻ ആരുമില്ല. അപ്പോൾ സാർ എന്നോട് രാവിലെ ഇങ്ങനെ സമരം ചാമ്പയുടെ ചൊട്ടിക്കൊണ്ട് ഇങ്ങനെ പോവുക പിള്ളേര്.
അപ്പൊ എന്റെ ക്ലാസ്സിലെ പിള്ളേർ ആരും പോകുന്നില്ല. ഞാൻ അവരെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകും, എനിക്ക് യാതൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. സാറ് പറഞ്ഞു യുവദിവസം ഒരു കാര്യം ചെയ്യാം, ബാക്കി കാര്യം ഞാൻ ഏറ്റു, നീ വഴിയായിട്ട് ഞാൻ വരാൻ പറഞ്ഞു. അങ്ങനെ വഴിയായിട്ട് വന്നു. പിള്ളേരെയൊക്കെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത് പിള്ളേർ ക്ലാസ്സിൽ കൂടെ പോവുകയും ചെയ്തു. അതിനുശേഷം ഒരൊറ്റ ദിവസം പോലും ഇവിടെ സമരം ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഒരുപക്ഷെ എന്നെ ഏറ്റവും ശത്രുതയോടെ കൂടി കാണുന്നുണ്ടാവും. ഞാനത് അന്നേരപ്പോഴേ മറന്നു. കാരണം ഞാൻ എൻ്റെ പിള്ളേരെ വളർത്തുന്ന പോലെ തന്നെയാണ്, ശിക്ഷിക്കുന്ന പോലെ തന്നെയാണ് നിങ്ങളെയും കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഞാൻ എൻ്റെ നേട്ടത്തിന് വേണ്ടിയല്ല, പേരെടുക്കാനും വേണ്ടിയല്ല. സ്കൂള് നന്നാകണം, ഞാൻ ശമ്പളം വാങ്ങിക്കേണ്ട ഒരാളാണ്, അതുപോലെ തന്നെ പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇത് തന്നെയാണ് ഞാൻ പോയ പള്ളിക്കൂടത്തിലില്ല. ഞാൻ ഇവിടുന്ന് സ്ഥലം മാറിപ്പോകുന്നത് വയലായിട്ടാണ്. ഞാൻ അങ്ങോട്ട് പോകാൻ ഉദ്ദേശിച്ച ആളല്ല. അവിടെയും എൻ്റെ നാടാണ്. ഞാൻ അവിടെ ചിലപ്പോൾ അറിവ് ഇത് തന്നെയാണ് സ്ഥിതി. നാട്ടുകാർക്ക് എന്നെ അറിയാവുന്നത് കൊണ്ടും ആ പ്രദേശം എൻ്റെ വാർഡിൽപ്പെട്ടതായതുകൊണ്ടും ഞാനൊരു അപേക്ഷ കൊടുത്തു. ഞാനും ജെയിംസ് സാർ 2 ഓർഡർ വാങ്ങി. സാറ് നീണ്ടൂർക്കും പോയി, ഞാൻ വയലായിക്കും പോയി. ഞാൻ അവിടെ 12 വർഷം ഉണ്ടായിരുന്നു. ഞാൻ ഇന്നും എനിക്ക് ആ നാട്ടുകാരും അവിടെയുള്ള കുട്ടികളുമായിട്ട് നല്ല ബന്ധമാണ്, സ്നേഹമാണ്. ഞാൻ കൂടെ എന്നെ അവർ ക്ഷണിക്കാറുണ്ട്, ഞാൻ പോകാറുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു വിരസത തോന്നും എന്ന് എനിക്കറിയാം. എന്തായാലും നിങ്ങൾ എന്നെ വന്ന് കാണുകയും എനിക്ക് ഇവിടെ വരാൻ സാധിക്കുകയും ചെയ്തത് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. അതോടൊപ്പം തന്നെ എന്നെ സ്നേഹിച്ചിരുന്ന കുറെ അധ്യാപകർ ഇവിടുന്ന് അകാല നിര്യാണത്തിന് ഞാൻ അവരെ എന്നെ പ്രത്യേകമായി അനുസ്മരിക്കുകയാണ്. നിങ്ങളുടെ സഹപ്രവർത്തകരായിരുന്ന 4-5 കുട്ടികളുടെ പേര് ഇവിടെ വായിച്ചു. ഞാൻ അവരെയും സ്മരിക്കുന്നു. എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവാനുഗ്രഹങ്ങളും ആരോഗ്യവും ആയുസ്സും സർവശക്തനായ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഹൃദയത്തിന്റെ നിറവിൽ ഞാൻ നിങ്ങളെ കൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. നമ്മൾ അടുത്തതായി ആദരിക്കുന്നത് ഗുരു ടീച്ചറെയാണ്. ഷാൾ അണിയിക്കുന്നതിനായി സിജു ജോസഫിനെ ക്ഷണിക്കുന്നു. മൊമെന്റോ നൽകുന്നതിനായി അമ്പിളി പിയെയും ക്ഷണിക്കുന്നു. ഇവിടെ നിൽക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ്. 30 വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു ഒത്തുകൂടൽ സാധ്യമാക്കിയ ദൈവത്തിനും അതിന്റെ പേരിൽ കഠിനാധ്വാനം ചെയ്ത നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി പറയട്ടെ. നിങ്ങളുടെയൊക്കെ മുഖം എന്റെ മനസ്സിലുണ്ട്. ഞാന് ഒരു 10 വർഷം ഹൈറേഞ്ച് ജോലി ചെയ്ത് 2 വയസ്സും 1 വയസ്സുള്ള കുഞ്ഞുങ്ങളെ വീട്ടിലാക്കിയിട്ട് വളരെ വിഷമത്തോടുകൂടി ഹൈറേഞ്ച് ജോലി ചെയ്തിരിക്കുന്ന അവസരത്തിലാണ് എനിക്ക് ആദ്യമായിട്ട് PC നിയമനം കിട്ടുന്നത്. പെരുവ എന്ന് എന്റെ അപ്പോയിന്റ്മെന്റ് ഓർഡറിൽ കണ്ടപ്പോൾ ഞാൻ ഏതാ ഈ സ്ഥലമൊന്നും എനിക്കത് അറിയില്ല. വളരെ സന്തോഷത്തോടുകൂടിയാണ് ഈ പെരുവയുടെ സ്കൂളിന്റെ മുറ്റത്ത് ഞാൻ കാലുകുത്തിയത്. പിന്നെ നിങ്ങളുടെ മുഖം കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് വാക്കുകൊണ്ടും വടികൊണ്ടും ഒക്കെ വേദനിപ്പിച്ചവരുണ്ട്. അതൊക്കെ അങ്ങ് മറന്നേരില്ലല്ലോ. പിന്നെ ഈ അധ്യാപകരും പറഞ്ഞ എപ്പോഴും അവർക്ക് ഉപദേശമാണ്. പുറകെ നടന്ന് ഉപദേശിക്കും, തല്ലിയും എങ്ങനെയെങ്കിലും നന്നായി കെട്ടി കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ട് ഓടി നടന്ന് പലതും കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. പിന്നെ നിങ്ങളൊക്കെ മാതാപിതാക്കളാണ്, കുടുംബജീവിതം നയിക്കുന്നവരാണ്. നിങ്ങൾ വളർന്ന സാഹചര്യം ഒന്നുമല്ല ഇന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വളരുന്ന സാഹചര്യം. അവരെ നന്നായി ചേർത്ത് പിടിച്ച് സ്നേഹിച്ച് മറ്റുള്ള കൂട്ടുകെട്ടിൽ പെടാതെ നിങ്ങളുടെ കൂട്ടുകെട്ടിൽ നിർത്തിക്കോണം. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ബലം. പിന്നെ നിങ്ങളുടെ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും പിന്നെ ഭാര്യ, മക്കള്, ഇവരോടും ഒക്കെ
ഒക്കെയുള്ള ബന്ധങ്ങൾ യാതൊരു വിടുതലും ഉണ്ടാകാൻ നിങ്ങൾ അനുവദിക്കരുത്. അങ്ങനെയൊക്കെ ഉണ്ടായാൽ നമുക്ക് ഈശ്വര അനുഗ്രഹം കിട്ടുകയില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ എല്ലാം നന്മ മാത്രമാണ് അന്നും ആഗ്രഹിച്ചത്, ഇന്നും ആഗ്രഹിക്കുന്നത്. ഞാൻ എന്റെ എല്ലാ വിദ്യാർത്ഥികളെയും എന്റെ പ്രാർത്ഥന ഞാൻ ഓർക്കാറുണ്ട്. പേരൊന്നും പറയല്ല, എന്നാലും ഞാൻ പഠിപ്പിച്ചതിന്റെ എല്ലാ വിദ്യാർത്ഥികള്, എന്റെ കൂടെ ജോലി ചെയ്തവര്, എന്റെ കൂടെ പഠിച്ചവര്, എന്നെ പഠിപ്പിച്ച അധ്യാപകര്, ഇവരൊക്കെയും എന്റെ പ്രാർത്ഥനയിൽ എന്നുമുണ്ട്. അപ്പൊ നിങ്ങളെ എന്റെ പ്രാർത്ഥന എന്നും ഞാൻ ഓർക്കുന്നതാണ്. പിന്നെ ഈ ഒത്തുചേരൽ ഒരു പുതുവർഷത്തിന്റെ ആരംഭത്തിലാണ്. അതുകൊണ്ട് ഈ പുതുവർഷത്തിന്റെ മംഗളങ്ങൾ ഞാൻ നേരുന്നു. എല്ലാവിധ ദൈവാനുഗ്രഹവും നന്മകളും നമുക്ക് എല്ലാവർക്കും ദൈവം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പൂർവ്വ വിദ്യാർത്ഥികളെ, സഹപ്രവർത്തകരായ വളരെ ശ്രേഷ്ഠരായ അധ്യാപകരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഇടയ്ക്ക് അനീഷിനോട് പറഞ്ഞ് ഞാൻ ഒരുപാട് സമയം ഇരിക്കുകയില്ല, അത്യാവശ്യ കാര്യമുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ വൈഫിൻ്റെ ചേച്ചിയുടെ ഭർത്താവ് ഇടക്കാലത്ത് മരിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ചടങ്ങ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് പങ്കെടുക്കണം. അപ്പോൾ അതുകൊണ്ട് 1 മണിക്കൂറേ ഞാനിവിടെ നിൽക്കുള്ളൂ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് നേരത്തെ പോകേണ്ടതുണ്ട്. ഈ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ ഒരു 5 സ്കൂളിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. മലബാറിൽ, പിന്നെ PCT പൂഞ്ഞാറിൽ കൈപ്പള്ളി എന്ന് പറഞ്ഞ മലയാളമുള്ള സ്കൂളിൽ, പിന്നെ അവിടുന്ന് റെയിൽവേ ബോയ്സിലേക്ക് വന്നു. ഇവിടുന്ന് പിന്നീട് ഞാൻ ഇടയ്ക്ക് പഠിച്ച് ഹൈസ്കൂളിലേക്ക് പ്രവേശനം കിട്ടിയതുകൊണ്ട് പരിസരമംഗലം സ്കൂളിലും കുറച്ച് 2 മാസം, പിന്നെ തലയപ്പറമ്പ് സ്കൂളിൽ 7 വർഷം. വീണ്ടും തിരിച്ച് ഈ സ്കൂളിലേക്ക് തന്നെ വന്ന് ഇവിടെ നിന്ന് 2015 തിരികുകയും ചെയ്തു. ഇതിനോടിടയ്ക്ക് ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ എത്രമാത്രം കാര്യക്ഷമമായിട്ട് പഠിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതൊക്കെ അന്നത്തെ സാഹചര്യവും എൻ്റെ കഴിവും പ്രാഗൽഭ്യവും പിന്നെ പരിചയവും എല്ലാം കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. പോരായ്മകളൊക്കെ ഉണ്ടാവും, ആർക്കും പോരായ്മ ഉണ്ടാവും. എന്തെങ്കിലും പോരായ്മ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇപ്പോഴും ഞാൻ ഒരു അധ്യാപകൻ്റെ പൂർണ്ണതയിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ. ഒരു പൂർണ്ണത എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാ സഹ അധ്യാപകർ ഇവരൊക്കെ എന്നെ എല്ലാ വിധത്തിലും സഹായിച്ചിട്ടുള്ളവരാണ്. അവരെ അന്നത്തെ കുട്ടികളാണെങ്കിലും കുട്ടികളുടെയും അധ്യാപകരുടെയും അവസ്ഥ എന്ന് പറയുന്നത് സാമ്പത്തികമായും മറ്റു വിധത്തിലും സാഹചര്യങ്ങളും ഒക്കെ അത്ര മെച്ചമാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. വളരെ കഷ്ടപ്പെട്ടും ത്യാഗം സഹിച്ചുമാണ് കുട്ടികളും അധ്യാപകരും ജീവിച്ചു പോകുന്നത്. എന്തെങ്കിലും തൊഴിലുകൾ ചെയ്ത് ഒക്കെ ജീവിച്ചു പോകുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാർഷിക കുടുംബത്തിലെ ആളാണ് ഞാൻ. എൻ്റെ അച്ഛൻ നല്ല ഒന്നാമതൊരു ഒരു കർഷകനായിരുന്നു. അപ്പോൾ അച്ഛൻ ചെയ്യുന്ന കൃഷിപ്പണിയിലെല്ലാം വളരെ ചെറുപ്പത്തിൽ എടുത്താൽ പൊങ്ങാത്ത തൂമ്പ ഉപയോഗിച്ച് കിടച്ച് ശീലിച്ചു പോകുന്നതുകൊണ്ട് ഇപ്പോഴും പണിയെടുക്കാൻ എനിക്ക് വളരെ താല്പര്യമാണ്. എന്നെ വിളിക്കാൻ വന്നപ്പോൾ ഞാൻ പറമ്പിലാണ്. ആരോഗ്യം അല്പം മോശമായിട്ടുണ്ട്. കോവിഡിൻ്റെ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് 2ാമത്തെ ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞില്ല, എനിക്ക് ക്ഷീണം കൂടി. പിന്നെ പരിശോധിച്ച് നോക്കിയപ്പോൾ ഷുഗർ കയറി പിടിച്ചു. പിന്നെ 1 മാസം മരുന്ന് കഴിച്ചു. പിന്നെ ഭക്ഷണത്തിൽ ക്രമീകരിച്ചു. ഇപ്പോൾ ഭക്ഷണത്തിലുള്ള ക്രമീകരണമാണ് നടക്കുന്നത്. അപ്പം അങ്ങനെ വലിയ കുഴപ്പം കൂടാതെ നിൽക്കുന്നു. ഇനി എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. മനുഷ്യൻ്റെ ഒരു ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയൊക്കെയാണല്ലോ. എത്രയോ ആളുകൾ കഷ്ടപ്പാടും ദുരിതങ്ങളിലും കൂടി രോഗങ്ങളിൽ കൂടിയൊക്കെ കഷ്ടപ്പെടുന്നവർക്ക് സഹായം ചെയ്യുക എന്നുള്ള ഇതിന് പിന്നിൽ ഇത്തരം കൂട്ടായ്മകൾ വളരെ പ്രധാനപ്പെട്ടതാണ്.
അല്ലേ? രോഗത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. നമ്മൾ ഒന്നെന്ത് രോഗത്തെക്കുറിച്ച് സംസാരിക്കരുതെന്ന് പറയുന്നത്. ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കാവൂ. എന്താണോ നമ്മൾ ചിന്തിക്കുന്നത് അത് നമ്മളായിത്തീരും. എന്താണോ ഭക്ഷിക്കുന്നത് അതിൻ്റെ ഗുണം നമ്മളിൽ സംശീകരിക്കും, അതായിത്തീരും. അപ്പോൾ കഴിക്കുന്ന ആഹാരം നല്ലതായിരിക്കണം. വേവിച്ച ആഹാരം 3 മണിക്കൂറിനുള്ളിൽ കഴിച്ചിരിക്കണം. വറുത്തതും പൊരിച്ചതും ബേക്കറി സാധനങ്ങളും പരമാവധി ഒഴിവാക്കിക്കൊണ്ട് ഏറ്റവും ഫ്രഷായ ആഹാര സാധനങ്ങൾ കഴിക്കുക. ഒരു 3 ആഴ്ച വേവിക്കാത്ത പച്ചക്കറികളും പഴങ്ങളും മാത്രം കഴിച്ചാൽ സകല രോഗങ്ങളും അപ്രത്യക്ഷമാകുമെന്നാണ് പറയുന്നത്. അതുപോലെ ദിവസം 1 നേരം ആഹാരം കഴിക്കുക, ബാക്കി എന്തെങ്കിലും പാനീയങ്ങൾ, പിന്നെ എന്തെങ്കിലും എക്സർസൈസ്. ഞാൻ ഇപ്പോൾ യോഗ ചെയ്യുന്നുണ്ട്. ഞാനിവിടെ കുറച്ചാൾ കുട്ടികളെ ഇവിടെ യോഗ പഠിപ്പിച്ചിരുന്നു. എൻ്റെ വൈഫും യോഗ ചെയ്യുന്നുണ്ട്. അത്ര പോരായ്മയുണ്ട്. അപ്പൊ സ്ഥിരമായിട്ട് കൂടുതൽ ചെയ്താൽ അതിൻ്റെ ഗുണം കിട്ടും. പിന്നെ യോഗയും ധ്യാനവും പ്രാർത്ഥനയും ഒക്കെ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ശുദ്ധിയാക്കും, അല്ലേ? മനസ്സും ശരീരവും ശുദ്ധിയായിരുന്നാൽ പ്രവൃത്തികൾ ശുദ്ധിയാവും. നല്ല പ്രവൃത്തി ഉണ്ടാവും. നല്ല വാക്കുകൾ പറയുക, നല്ല പ്രവൃത്തി ചെയ്യുക, ഇതാ നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പം നിങ്ങളുടെ കൂട്ടായ്മയിൽ കൂടി ആരെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും മഹത്തായ കാര്യമാണ് എന്ന് ഞാൻ കരുതുന്നു. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ പഠിപ്പിക്കാൻ പറ്റിയ കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം ഗുണം ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾക്കേ അറിയാവുള്ളൂ. എൻ്റെ പോരായ്മകളും കുറവുകളും ഒക്കെ കുറേയൊക്കെ എനിക്ക് അറിയാം. അപ്പം അതുകൊണ്ട് അതെല്ലാം മറന്നുകൊണ്ടും എന്തെങ്കിലും ഈ പറയുന്ന പോലെ ശിക്ഷാ നടപടികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമൊക്കെ മറന്നുകൊണ്ടും, ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നത്. ഇന്നിപ്പോൾ ശിക്ഷയില്ലല്ലോ. അപ്പോൾ കാലം മാറി, എല്ലാത്തിനും മാറ്റം വന്നു. നമ്മുടെ രാജ്യത്തിനും നമ്മുടെ ഓരോ കുടുംബത്തിനും നിങ്ങൾക്ക് ഏവർക്കും ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാവട്ടെ. നമ്മുടെ രാജ്യം ഉത്തരോത്തരം ഉയരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങളുടെ സേവനം രാജ്യത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയും കുടുംബത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയുമായി തീരട്ടെ. എല്ലാവർക്കും നന്മ ചെയ്യുവാൻ കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ഇവിടെ തന്ന ഈ സ്വീകരണത്തിനും ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിനും എല്ലാം ഉള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും എൻ്റെ ടീച്ചേഴ്സിനും പ്രവർത്തകരായ ടീച്ചേഴ്സിനൊക്കെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളെ പോകാൻ അത്യാവശ്യം കാരണം പോകാൻ അനുവദിക്കണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇനി എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ചിലപ്പോൾ പേരൊന്നും ഓർത്തൊന്നും വരികയല്ല. അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട അധ്യാപക വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, SSLC കഴിഞ്ഞിട്ട് 30 വർഷം കഴിഞ്ഞു എങ്കിലും നിങ്ങളുടെ മുഖത്തിലൊന്നും വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. സ്വല്പം കൂടെ ഒപ്പവും മണ്ണവും ഒക്കെ വെച്ചു എന്നല്ലാതെ എല്ലാം അന്നത്തെ കുട്ടികൾ, അന്നത്തെ ചിരി, അന്നത്തെ സ്നേഹം, അന്നത്തെ സന്തോഷം എല്ലാം വളരെ സന്തോഷം. കാരണം നിങ്ങളിപ്പോൾ ഒരു ഉത്തരവാദിത്വത്തിലാണ്, ജോലിയിലാണ്, ഒരു ഭാവി നോക്കുന്നുണ്ട്, മക്കളെ നോക്കുന്നുണ്ട്. എങ്കിൽ പോലും ഈ വയസ്സായ ഞങ്ങളെ ഓർക്കാൻ സമയം കണ്ടെത്തിയതിൽ വളരെയേറെ സന്തോഷം. നിങ്ങളിവിടെ ആയിരിക്കുമ്പോൾ ഞങ്ങൾക്കും നല്ല ആരോഗ്യം തോന്നുകയാണ്. ഒരു കുഴപ്പമില്ല. നിങ്ങളെ കാണുമ്പോൾ അന്ന് വീട്ടിൽ വന്നപ്പോൾ ഷാജിയും ആനീഷും ദീപമൊക്കെ വന്നപ്പോൾ ഞാൻ പറയുമായിരുന്നു, അതിന് മുമ്പ് എനിക്ക് ചെവിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. അതൊക്കെ ആയിട്ട് ഇരിക്കുക, മുട്ടുവേദന ഉണ്ടായിരുന്നു. പക്ഷേ ഇവരെ കണ്ടപ്പോൾ ഇതെല്ലാം മറന്നു. ഒരസുഖമില്ല. സന്തോഷം കുട്ടികളെ. എന്താണെങ്കിലും ഈ സമയത്ത്
ഇങ്ങനെ ഒത്തുകൂടാനും ഞങ്ങളെയൊക്കെ വീട്ടിൽ വന്ന് ക്ഷണിച്ച് രണ്ടാമത് വിളിച്ച് വലിയ അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി ഇത്രയും ത്യാഗം ചെയ്ത് നിങ്ങളെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അല്ലെങ്കിലും ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണല്ലോ ഞങ്ങളുടെ മക്കളെക്കാൾ കൂടുതൽ സമയം സ്നേഹിച്ചതും വഴക്ക് പറഞ്ഞതും പഠിപ്പിച്ചതും ഉപദേശിച്ചതും ഒക്കെ നിങ്ങൾ തന്നെ. നിങ്ങളുടെ കൂടെ ആയിരുന്നു ഞങ്ങൾ കൂടുതൽ സമയം. ആ നിങ്ങൾ ഞങ്ങളെ ഒരിക്കലും മറക്കില്ല ഞങ്ങളും. പിന്നെ 16 വയസ്സ് കഴിഞ്ഞാൽ പുത്രനെ മിത്രമായി കാണുമെന്നാണ്. അതുകൊണ്ട് എല്ലാ പുത്രന്മാരും ഞങ്ങളുടെ മിത്രങ്ങളാണ്. നിങ്ങളും നിങ്ങളുടെ പുത്രന്മാരെ മിത്രങ്ങളായി കണ്ട് സ്നേഹമായി സന്തോഷമായി ജീവിക്കാം. താങ്ക് യു ഓൾ. ഇന്ന് നിങ്ങൾ ഈ 4-ാം തീയതി ആയെങ്കിലും എല്ലാവർക്കും ആദ്യമേ പുതുവത്സവ ആശംസകൾ നേരുകയാണ്. അതായത് 30 വർഷം മുമ്പ് ഈ സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങിയ നിങ്ങൾ ഈ അത്രയും കാലഘട്ടത്തിന് ശേഷം നിങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി ഇങ്ങനെ സംരംഭം തയ്യാറാക്കിയതിന് വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളെല്ലാവരെയും മുന്നിൽ വന്ന് വിളിക്കുകയും ഒത്തിരി കഷ്ടപ്പെടുകയും ചെയ്ത് അതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ എല്ലാവരും ഓരോ ജോലികളിലായിരിക്കുകയാണ്. അധ്യാപകരുണ്ട്, പോലീസുകാരുണ്ട്, മറ്റു പല ജോലികളിലുള്ളവരുണ്ട്. എല്ലാവർക്കും അവരവരുടേതായ ഉത്തരവാദിത്തങ്ങളും ചുമതലകളൊക്കെ ആയിരിക്കുമെങ്കിലും ഇതിനൊക്കെ മെനക്കെട്ട് വളരെ കഷ്ടപ്പെട്ട് ഇങ്ങനെ സംരംഭം തയ്യാറാക്കിയതിന് വളരെ സന്തോഷം. ഞങ്ങളെയൊക്കെ ഓർമ്മിക്കുന്നതിനും അതിനൊക്കെ കഷ്ടപ്പെടുകയൊക്കെ ചെയ്തതിനുമൊക്കെ വളരെ സന്തോഷവും നന്ദിയും രേഖപ്പെടുത്തുന്നു. കൂടുതലൊന്നും പറയുന്നത് എല്ലാവർക്കും എല്ലാവരും ആശംസകൾ, ആരോഗ്യം, ഈശ്വരനാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നമസ്കാരം. കുഞ്ഞുങ്ങളെ നിന്ന് വേണം പറയാം. പണ്ടത്തെ ഓർമ്മയില്ല. ഇങ്ങനെ ഒരു വേദി ഒരുക്കിയെങ്കിൽ വളരെയധികം സന്തോഷം. വേദി തന്നെ നല്ലപോലെ നല്ല വേദി ഒരുക്കിയിട്ടുണ്ട്. വളരെ സന്തോഷം. പലരും പ്രധാനമുണ്ടോ അല്ലേ? കുറച്ച് പേരുടെ പ്രധാനമുണ്ട്. എനിക്ക് വളരെ സന്തോഷം. കൂടുതൽ പറഞ്ഞ സമയം കളയുന്നില്ല. ഞാൻ ഇവിടെ ഞാൻ ആദ്യം വടക്കന്തറ സ്കൂളുണ്ടായിരുന്നു. അവിടുന്ന് എറണാകുളം SRV സ്കൂളിൽ വന്നു. SRV സ്കൂളിൽ ഇവിടെ വന്നപ്പോഴേക്കും SRV ഞാൻ സർവ്വ കളി പഠിച്ചാൽ പോകുന്നത്. SRV സ്കൂളിൽ എറണാകുളം. എനിക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇത്രയും പാവപ്പെട്ട കുട്ടികളെ, ഇത്രയും നല്ല കുട്ടികളെ കാണാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഞാൻ സ്പോർട്സിന് കൊണ്ടുപോയി കഴിഞ്ഞാൽ തിരികെ വന്ന് ഇറങ്ങുമ്പോൾ അവർ ഭക്ഷണം കഴിച്ച മുഴുവൻ പാത്രങ്ങളും അവരുടെ കയ്യിലാണ്. ബാഗിൽ മുഴുവൻ എടുത്തുകൊണ്ട് വരുന്നു. ഞാൻ എന്നെ തിരക്കില്ലായിരുന്നു. ഹോട്ടലിൽ തിരക്കി കഴിഞ്ഞാൽ ഒരു മാത്രം വെച്ചേക്കല്ല, എടുത്തോണ്ട് എല്ലാം അങ്ങനെ കൂടെ ആയിരുന്നു ഞാൻ. പിന്നെ എനിക്കിവിടെ ആപ്പാടെന്ന് പറയാനുള്ളത് എനിക്ക് ഓർമ്മ വയ്ക്കുന്നത്, ഇവിടുന്ന് ഒരു 20 വർഷം മുമ്പ് എക്സ്കർഷൻ പോയി. എക്സ്കർഷൻ്റെ കൺവീനർ ഞാനായിരുന്നു. മിക്കവാറും ഞാനാണ്. പോരാൻ നേരത്ത് ഇബ്രാഹിം സാറുണ്ട്, ആനിൽ സാറുണ്ട്, ഒത്തിരി പേരുണ്ട്. പോരാൻ നേരത്ത് അത് പോയത് ഒരു കടലുള്ള പ്രദേശമാണ് മദ്രാസിൽ. ഒരു കുട്ടിയെ കാണാനില്ല. എല്ലാവരും ഇങ്ങനെ വണ്ടിയിൽ കയറിയിരുന്നു. ആ പഴയ ശ്വാസം പിടിച്ചിരുന്നു. എന്ത് ചെയ്യണം? ഒരു കുട്ടിയില്ല. പോയിട്ട് ഒരു കുട്ടി വന്നിട്ടില്ല. 2 മണിക്കൂർ കഴിഞ്ഞു. കുട്ടി വന്നിട്ടില്ല. അപ്പം എന്താ തീരുമാനിച്ചെല്ലാവരും പോയി കടൽ അടുത്തോട് വിടണമെന്നുണ്ട്. കടലിൽ കുളിക്കാനൊക്കെയാണ് അത് ധാരണ ഇരുന്നത്. വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു തിരുവേലിക്ക് പറഞ്ഞു, ഞാൻ എനിക്ക് പോകണം, ഞാൻ എൻ്റെ വിദേശ് പോകണ്ട, തിരുവേലിക്ക് വരണ്ട, തീർന്നില്ല കാര്യം. അങ്ങനെ ഇത് 2 മണിക്കൂർ കഴിഞ്ഞപ്പം ഇയാൾ പയ്യെ നടന്ന് റാസാറുണ്ടായിരുന്നു. അന്ന് ഞാൻ ഒറ്റയാക്കി ഉണ്ടാകുന്നു. ആ കുറച്ചനുസരിച്ച് അങ്ങനെ ഒരു അനുഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഏറ്റവും നല്ല കാലം കൂടിയായിരുന്നു. ഏറ്റവും നല്ല കാലം. ഞാൻ മോശത്താവും ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരുമാതിരിയൊക്കെ കുറച്ച് നല്ല കുട്ടികളുണ്ടായിരുന്നു. പല എല്ലാ കുട്ടികളിലും ഉണ്ടായിരുന്ന കുട്ടികൾ.
അവിടെ ഇവിടെയൊക്കെ പോയി നല്ല രീതിയിൽ ട്രോഫി മേടിച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല രീതിയിലായിരുന്നു. നന്ദി, നമസ്കാരം. ഇതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതിൽ ഞങ്ങളെ ഓരോരുത്തരെയും പങ്കെടുപ്പിച്ചതിൽ വളരെ സന്തോഷം. പ്രത്യേകം പറയട്ടെ, നന്ദി പറയുന്നില്ല. കാരണം നിങ്ങളും ഞങ്ങളും ഉള്ളപ്പോൾ മാത്രമാണ് നന്ദി എന്ന വാക്കിന് ഒരു അർത്ഥമുണ്ട്. ഇത് നമ്മളാണ്. അപ്പോൾ ആരോടാ നന്ദി പറയുന്നത് അല്ലേ? നന്ദി വേണ്ട, സന്തോഷം. ഏതായാലും ഇന്ന് ഈ 30 വർഷം എന്ന് പറയുന്നത് ജ്യോതിസഭത്തിൽ ചെറിയ കാലമൊന്നുമില്ല. നമ്മുടെ ആയുസിൻ്റെ ഏതാണ്ട് 3 കൂടുതൽ എടുത്തു. ഇതിനും ഏകദേശം 3 കിലോമീറ്ററാണ്. ആ കാലം കൊണ്ട് നിങ്ങളതിലെല്ലാം സഞ്ചരിച്ചു. ജീവിതത്തിൻ്റെ ഉയർച്ച താഴ്ചകളിലൂടെ കുതിച്ചും കിതച്ചും മുന്നോട്ട് നീങ്ങി അവസാനം നമ്മൾ വീണ്ടും എല്ലാവരും കൂടി ഒന്ന് ചേർന്നു. ഈ ഒരു എന്തെല്ലാം മാറ്റമാണ് ഇതിലുണ്ടായത് നമ്മുടെ ജീവിതത്തിൽ, സമൂഹത്തിൽ, മറ്റുള്ള ചുരുക്കത്തിൽ നമ്മൾ വിദ്യാലയത്തിൻ്റെ അടുത്ത് വന്നു. ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത് നമ്മുടെ സ്കൂളാണോ എന്ന് തന്നെ സംശയം തോന്നി. പിന്നെ നിങ്ങളുടെ ഒരു ചിരിച്ച മുഖം കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു സമാധാനമായത്. വഴിതെറ്റിപ്പോയോ എന്ന് തോന്നുന്ന മാറ്റങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇപ്പോൾ ഇതിൻ്റെ ഇപ്പം നമ്മളിരിക്കുന്നതിൻ്റെ താഴത്തെ നിലയിൽ നീണ്ട ഹോളായിരുന്നു. ഹോളിനകത്ത് ഒരു 4-5 ക്ലാസ്, അന്ന് 5, 6, 7 ക്ലാസ് 3 ഡിവിഷൻ, 8ഉം 3 ഡിവിഷൻ ഉണ്ടായിരുന്നു. ഏറ്റവും ആദ്യം 7 പിന്നെ 2 ഡിവിഷനായിട്ട് പറഞ്ഞു. ഏതായാലും അങ്ങനെ ഈ UP വിഭാഗത്തിലെ കുറേ ക്ലാസ്സുകൾ ഒന്നും വെച്ച് ഈ ഹോളിലാണ്. ആ ഹോളിലാണെങ്കിലോ ആകെപ്പാടെ ഈ ഒരു ബഹളം തന്നെ. എന്നാൽ ഇതിനെ ഒന്ന് ഞങ്ങളാണെങ്കിൽ ഞങ്ങൾ ഓരോരുത്തരും ആണെങ്കിൽ ഞങ്ങളുടെ ഒച്ച നിങ്ങൾക്കും എത്തിക്കാൻ വേണ്ടി കൂടുതൽ മത്സരിക്കുന്നതിനിടയിൽ അതിനിടയ്ക്ക് നിങ്ങൾ മറ്റേ ക്ലാസ്സുകാരെക്കാൾ കൂടുതൽ ഒച്ച എടുത്തുകൊടുക്കാൻ ശ്രമിക്കുന്ന വേണം വേറൊന്നും. ഇതിനെല്ലാം തടയാനായിട്ടോ ഭിന്നശേഷിക്കാരായ 2-3 മക്കളുമാണ്. അവരാണെങ്കിൽ ഒരു ഭാഗത്ത് കാലും ഒരു ഭാഗത്ത് കുറച്ചുകൂടി ആയിട്ടിരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന ഈ കാലത്തിനിടയ്ക്ക് ഒരു ക്ലാസ്സിൽ ആളില്ലെങ്കിൽ അതിലപ്പുറം പ്രശ്നമാണ്. അങ്ങനെ ഉള്ള ഒരു സാഹചര്യം ആയിരുന്നു അന്ന് നമുക്കുണ്ടായത്. അതിനുശേഷം ഈ ഒരു ക്ലാസ്സിൽ വേണമെങ്കിൽ ഞാൻ ഒരു സാഹചര്യം ഉണ്ടാകുന്ന അവസ്ഥയ്ക്ക് നമുക്കറിയാമല്ലോ. ആ സമയത്ത് ഈ പാവപ്പെട്ട നേരത്തെ ക്ലാസ്സിൽ ആളില്ലാത്ത ക്ലാസ്സിലെ ഉള്ളവരെ അടക്കിയിരുത്താൻ വേണ്ടിയിട്ട് ഉള്ള വലിയ കൊണ്ടതും ഈ ഭിന്നശേഷിക്കാരായ കക്ഷികൾ. നമ്മുടെ നാരായണ സാറിന്റെ എന്ത് തല്ലു കൊടുക്കുന്നതിരിക്കുന്ന എല്ലാവരും തന്നെ അവർക്ക് കഴിഞ്ഞിട്ട് നല്ലോണം പാവം സ്ത്രീകൾ അവർ കുറെ തല്ലു കൊണ്ടിട്ടുണ്ട്. അങ്ങനെ വന്ന് മൂത്ത് കഴിയുമ്പോഴാണ് സ്റ്റേജിന്റെ ആ ഉത്തരവാദിത്തം സ്റ്റേജായിരുന്നു. അങ്ങനെയൊക്കെ എവിടെയെങ്കിലും വാതിക്കല് 2 പേര് അല്ലെങ്കിൽ ഒരാളുടെ എതിർത്തി അതുവഴിയിലൊക്കെ ഒരു തിരനോട്ടമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊരു തിരനോട്ടമില്ല കഥകളി. അതുപോലെ ഒരു ചെറിയ തിരനോട്ടമുണ്ട്. അത് നിശ്ചിതമാണ്. ജോസഫ് സാറ് കാലമൊക്കെ പോയി. ഇപ്പം എല്ലാ സൗകര്യങ്ങളായി, ഓരോരുത്തർക്കും ക്ലാസ് മുറികളായി, കുട്ടികൾക്ക് വളരെ സുഖവും സൗകര്യവും. അപ്പം കാലത്തിന്റെ മാറ്റം അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ മാറ്റങ്ങളെല്ലാം ഉൾക്കൊണ്ട് നിങ്ങൾ കുതിച്ചും പിതച്ചും ഒക്കെ മുന്നോട്ട് നീങ്ങി ഇപ്പൊ സ്വസ്ഥരായി പഴയ ആചാര്യന്മാരുടെ ഭാഷയെ പറഞ്ഞ് വ്യവസ്ഥാശ്രമങ്ങളായിട്ട് കഴിയുകയാണ്. 4-5 ഘട്ടം കഴിയുന്ന അന്വേഷണമാണ്. പഴയ കാലത്തിൽ പറയാൻ 2ാമത്തെ ഘട്ടത്തിലാണ് നിങ്ങൾ. 1ാമത്തെ ജീവിതഘട്ടം എന്ന് പറയുന്നതെന്നാ പറഞ്ഞു 4 ആശ്രമങ്ങളായിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത് അല്ലേ? ജീവിതത്തെ പഴയ ഏതൊക്കെ? ഒന്ന് ബ്രഹ്മചര്യം, 2ാമത്തത് ഗാർഹസ്ഥ്യ അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമം. നിങ്ങൾ ആ ആശ്രമത്തിലായിരിക്കും. ഞങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ട് വാനപ്രസ്ഥമില്ല. എന്താ ഈ വാനപ്രസ്ഥം എന്ന് പറയുന്നത്? 8 വർഷത്തേക്ക് മോഹൻലാലിൽ നിന്നുള്ള വേറെ വാനപ്രസ്ഥം. ആ വാനപ്രസ്ഥം എന്താ? കുടുംബ പ്രാരാബ്ദങ്ങളൊക്കെ ഒഴിവാക്കി മക്കൾക്കൊക്കെ അവരുടെ
അവകാശങ്ങളൊക്കെ വിട്ടുകൊടുത്ത് വനത്തിൽ പോയി രാജാക്കന്മാരെ കണ്ടാൽ നാട്ടിൽ താമസിക്കുണ്ടാക്കുന്ന വനത്തിലേക്ക് പോയി. അപ്പോൾ വനത്തിൽ പോയി ഈശ്വരഭരണമൊക്കെ നടത്തി കഴിയുന്ന കാലത്താണ് പണ്ട് വാനപ്രസ്ഥം എന്ന് പറഞ്ഞത്. അപ്പം ഞങ്ങളൊക്കെ വാനപ്രസ്ഥത്തിലായി. ഇപ്പൊ പിന്നെ വനത്തിലേക്ക് പോകാൻ നോക്കണം. കാരണം ആനകൾ ധാരാളം ചവിട്ടി നടത്തിക്കൊണ്ടിരുന്നു. അതിന് വനവാസവും വേണം, ബാക്കി വരും. പിന്നെ അത്യാവശ്യം വീട്ടിൽ നിന്ന് മാറിയിരിക്കണം, അങ്ങനെ വിദേശത്ത് പോയിരിക്കണം. അത് വാനപ്രസ്ഥത്തിന് വനത്തിന് പകരം നമുക്ക് കാണാം. ഏതായാലും വാനപ്രസ്ഥ കാലത്തിലാണ് ഞങ്ങൾക്ക് കഴിയുന്നത്. നിങ്ങൾ വ്യവസായങ്ങളായ നിങ്ങൾക്ക് അപ്പൊ വാനപ്രസ്ഥത്തിന് വനത്തിൽ പോകണമെന്ന് നിർബന്ധമില്ല കേട്ടോ. വനോപമാനത്തിന് ഒരു അങ്ങനെ ഒരു അർത്ഥത്തിൽ ആചാര്യന്മാർ പറഞ്ഞിട്ട് നമ്മൾ ആയിട്ട് വീട്ടിൽ നിന്നും വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. മക്കളെ ഏൽപ്പിക്കുക, അവരെ കുടുംബം നടത്തട്ടെ എന്നുള്ളൊരവസ്ഥ ഞങ്ങൾക്ക് ഏതാണ്ട് അങ്ങനെയൊക്കെയാണ്. അങ്ങനെയുള്ള ഒരു അവസരം കഴിഞ്ഞ കുടുംബവും നന്നായി പോകും, മക്കൾക്ക് ബഹുമാനവും ഉണ്ടാകും, കുടുംബം ഉണ്ടാകാതിരിക്കുകയും ചെയ്യും. അത് ഞങ്ങളുടെ അവസ്ഥ. നിങ്ങളുടെ അവസ്ഥ വ്യവസായസമയമായ നിങ്ങളുടെ കുടുംബം എന്തൊക്കെ വ്യവസായം കുടുംബത്തെ കെട്ടിപ്പടുത്ത് കമ്പിയായിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്ന അവസ്ഥയാണ് ഗൃഹസ്ഥാശ്രമം. അധ്യാപകരെ, ശിഷ്യഗണങ്ങളെ, എന്നെ ഈ പരിപാടിയിലേക്ക് ആദ്യമായി ക്ഷണിക്കുന്നത് നമ്മുടെ ജോസഫ് സാറാണ്. അത് കഴിഞ്ഞ് നിങ്ങളുടെ കൂട്ടുകാർ എന്നെ വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ തീർച്ചയായും ഇവിടെ എത്തിക്കൊള്ളാം. അവർക്കത് തൃപ്തിയായില്ല. കഴിഞ്ഞ ദിവസം അവർ രണ്ടുപേര് എൻ്റെ വീട്ടിൽ നേരിട്ട് വന്ന് ക്ഷണിച്ചു. അത്രയ്ക്കും താല്പര്യത്തോടു കൂടിയാണ് ഞങ്ങളെ നോക്കി കാണുന്നത് എന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഞാനിനി ചെറിയ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തിക്കൊള്ളാം. ഞാൻ 1990 ഇവിടെ വരുന്നത്. 97 വരെ ഇവിടെ ഉണ്ടായിരുന്നു. ഞാനിവിടെ വരുമ്പോൾ എനിക്ക് 2 പെൺകുട്ടികളുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തൃപ്തിപ്പെട്ടങ്ങനെ കഴിഞ്ഞുകൂടാം എന്ന് വിചാരിച്ച് അങ്ങനെ കഴിഞ്ഞോണ്ടിരുന്നപ്പോൾ ഈ സ്കൂളിൽ ഒരു സവിശേഷതയുള്ളതായിട്ട് എൻ്റെ സഹപ്രവർത്തകരിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്താണെന്ന് നിങ്ങളൊരു പക്ഷേ അറിഞ്ഞിട്ടുണ്ടാവില്ല. അത് ഞാൻ വെളിപ്പെടുത്തുകയാണ്. ഇവിടെ വരുന്ന ആരുടെയെങ്കിലും കുപ്പായത്തിനുള്ളിൽ അരണ കയറിയാൽ അവർക്ക് കുട്ടികളുണ്ടാവും. സംഗതി അച്ചിട്ടായിരുന്നു. ഞാൻ 3ാമത് വേണമെന്ന് തന്നെ താല്പര്യപ്പെടാതിരുന്ന എനിക്ക് 1995 ഒരു പുത്രൻ ജനിച്ചു. 32 ഇവര് പറഞ്ഞതുപോലെ തന്നെ ഒരു ദിവസം ഞാൻ ശാപറോട് ഇരിക്കുമ്പോൾ ഞാൻ അറിയാതെ തന്നെ ഷർട്ടിനുള്ളിൽ ഒരു അരണ ഇവര് ആരോഗ്യം ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അതൊരു വലിയ ഭാഗ്യമായിരുന്നു. മൂത്ത കുട്ടികളെക്കാൾ 10 വയസ്സ് വ്യത്യാസത്തിലാണ് ഇവരെ ജനിക്കുന്നത്. അവരിന്ന് MBBS-ഉം MD-യും കഴിഞ്ഞാൽ ഇപ്പോൾ DM-ന് വേണ്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ടെസ്റ്റുകൾ കഴിഞ്ഞ്. അപ്പോൾ അതൊരു സന്തോഷകരമായ വിചാരിച്ചിരിക്കാത്ത അപ്രതീക്ഷിതമായ ഒരു സംഗതിയായിരുന്നു. അത് നിങ്ങളാരും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇതിലും അത് ഓർക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഞാൻ വന്നപ്പോൾ അവരോട് ചോദിക്കുന്നു. പിന്നെ ഇത് നമ്മുടെ നാരായണൻ സാർ പ്രസംഗത്തിൽ അദ്ദേഹം കൊട്ടേഷൻ നടത്തുന്നതിന് വളരെ കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒടിശുവിയുടെ കൊട്ടേഷനല്ല, വോട്ട് ചെയ്ത് പറയും. അപ്പോൾ അത് ഒരു തമാശയുണ്ട്. അദ്ദേഹം പല കാര്യങ്ങളും വോട്ട് ചെയ്യും. പ്രസംഗം കഴിഞ്ഞ് വരുന്നത് അത് കേൾക്കുന്ന സഹോദരൻ ചിലപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കും, സാറ് പറഞ്ഞത് ആ പ്രസംഗത്തിൽ തന്നെ ഉള്ളതാണോ? അന്നേരം സാറ് പറയും ഏതെങ്കിലും പ്രസംഗത്തിൽ കാണും. അപ്പോൾ വളരെ സരസമായിട്ട് അദ്ദേഹം പ്രസംഗിക്കും. അത് കേട്ട് അദ്ദേഹത്തെ കളിയാക്കാൻ വേണ്ടി കൂട്ടുകാർ ചോദിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ് നിങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. എൻ്റെ സ്വന്തം അനുഭവം പറഞ്ഞാൽ
ഞാൻ 1971 SSLC പാസ്സായതാണ്. ഒരു എയ്ഡഡ് സ്കൂളിലാണ്, ഞങ്ങളുടെ വീടിനടുത്തുള്ള സ്ഥലമാണ്. പക്ഷെ അവിടെ ഒരു 25 വർഷങ്ങൾക്ക് ശേഷം മുതൽ ഞങ്ങളുടെ കൂട്ടുകാരെല്ലാം ആലോചിക്കുന്നുണ്ട് ഒരു സംഗമം നടത്താൻ. ഇന്ന് വരെ സാധിച്ചിട്ടില്ല. എത്ര വർഷമായെന്ന് നോക്കണം, 53 വർഷം കഴിഞ്ഞിട്ടും സാധിക്കാത്ത കാര്യം. അപ്പോൾ നിങ്ങളിത് 30ാമത്തെ വർഷം സാധിച്ചെടുത്തു. നിങ്ങളൊരു 10-15 വർഷം മുമ്പായിരുന്നെങ്കിൽ മിക്കവാറും ആരെങ്കിലും നിങ്ങളുടെ ഉപായത്തിലും കയറിയാണ്. നിങ്ങൾ 45 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്, സാധ്യതകളില്ലാതില്ല, എന്നാലും പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. എല്ലാവർക്കും എല്ലാവിധ മംഗളങ്ങളും ആശംസിക്കുന്നു. തല്ലി കിട്ടിയിട്ടുള്ളവർ എന്നോട് ക്ഷമിക്കുക. എന്നാണെങ്കിൽ പോക്സോ കേസ് അതിൽ നിന്നെല്ലാം ഒഴിവായി നിങ്ങൾ സൗമനസ്യത്തോടെ എല്ലാം സ്വീകരിച്ചു. എല്ലാം നമ്മുടെ മൊത്തം നന്മയ്ക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ്. അത് ഇനി നിങ്ങളുടെ ശിഷ്ട ജീവിതകാലത്ത് അതിനുള്ള അനുഗ്രഹം സർവേശ്വരൻ നിങ്ങൾക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ വളരെ സന്തോഷവാനാണ്. ഞാൻ ആദ്യമേ നന്ദി പറയുകയാണ്. ഇതിനു മുമ്പ് പല പ്രാവശ്യവും 2-3 പ്രാവശ്യം ഈ സ്റ്റേജിൽ പരിപാടി നടത്തിക്കൊണ്ട് വന്ന് സഹകരിച്ചിട്ടുണ്ട്. ഞാൻ 1969 സർവീസിൽ കയറിയതാണ്. അതെവിടെയാണല്ലോ അന്ന് കാസർഗോഡ് ജില്ലയില്ല, കണ്ണൂരിൻ്റെ അങ്ങേയറ്റത്ത് ഈ സ്ഥലത്തിൻ്റെ പേര് PATL. ഇതെങ്ങനെയാ പറയുന്നതാണ്, പാട്ട്ലെന്നാണോ പട്ട്ലെന്നാണോ അവിടെ ചെന്നൊക്കെ തിരക്കി. പിന്നെ അവർ പറഞ്ഞു പട്ടളയാണെന്ന്. അങ്ങനെ പട്ടള ചെന്നപ്പോഴത്തേക്ക് അവിടെ മുഴുവൻ മുസ്ലിം കുട്ടികളാണ്. ഒരു 2 കൊല്ലം കഴിഞ്ഞ് അവിടുന്ന് സ്ഥലമാറ്റം കിട്ടി. കേരളത്തിൽ വെച്ച് വടക്കോട്ട് പിന്നെ സ്ഥലം അവിടെ ഇല്ല, തലപ്പാടി. അതായത് കർണാടകയുടെയും കേരളത്തിൻ്റെയും അതിര്. അവിടെ കർണാടക മീഡിയം തുളു. അപ്പോൾ എൻ്റെ ഈ ഏകദോത്തിൽ നിന്ന് അവിടെ രക്ഷപ്പെടുകയാണ്. 1, 2, 3, 4 ഇത് പഠിച്ചേ പറ്റുള്ളൂ. പിന്നെ ഇടയ്ക്ക് തുളുവും പഠിക്കും. പിന്നെ അത്യാവശ്യം മക്കളെ നീ വലിയൊരു മൗനഭാഗി ഓത് വെക്കൂ, പുസ്തകം കേൾക്കുന്നുണ്ട്. ഇതുപോലെ ആരെങ്കിലും മനസ്സിലായോ? ഇന്ന് മനസ്സിലായോ? അപ്പോൾ കുറച്ച് കർണാടകം പഠിച്ചു, കുറച്ച് തുളു പഠിച്ചു. അവിടുന്ന് ഞാൻ ബേക്കൽ ഗവൺമെന്റ് ഫിഷറീസ് ഹൈസ്കൂൾ, കടപ്പത്തുള്ള സ്കൂളാണ്. കുട്ടികൾ അവിടെ 11 മണിയാകുമ്പം മത്സ്യവെള്ളം വരും. അത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ 2-3 പേർക്ക് ഇതെല്ലാം കഴിഞ്ഞെങ്കിൽ അവർ ക്ലാസ് വരുള്ളൂ. ക്ലാസ് കുട്ടികൾ വേണ്ട. അപ്പൊ അതിന്റെ പേര് തന്നെ ഗവൺമെന്റ് ഫിഷറീസ് ഹൈസ്കൂൾ ബേക്കൽ. ബേക്കൽ ഇന്ന് വളരെ പേര് കേട്ട ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ്. അപ്പൊ അതിലേക്കാണ് പോയി ഒന്ന് കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നാട്ടിലേക്ക് കിട്ടണം അങ്ങനെ ആഗ്രഹിച്ച് 1983 കോട്ടയം ജില്ലയിലേക്ക് വന്നത്. ഇവിടെ വന്നപ്പോൾ കടുത്തുരുത്തി ബസ് ഇറങ്ങിച്ച് തോട്ടുവരൊക്കെ 4 കിലോമീറ്റർ നടക്കണം. രാവിലെ വന്നാൽ പോലെ വൈകുന്നേരം നോക്കണം 8 കിലോമീറ്റർ. അത് ഞാനിപ്പോൾ പറയാൻ കാരണം 2 മുട്ട് തെരി. അപ്പൊ ഈ ഓർത്തഡോക്സാണ് പറഞ്ഞ് ഉടപ്പ് കണ്ടമാനം നടന്നതുകൊണ്ടാണ് ഇനിയിപ്പോൾ അതിനൊന്നും ചെയ്യാനില്ല. എന്നാലും ഞാൻ നടക്കും. അത്യാവശ്യം വീട്ടിൽ വേണമെങ്കിൽ ചെറിയ പടിയൊക്കെ വരും, പറഞ്ഞൊന്നുമില്ല. അങ്ങനെ അവിടുന്ന് പിന്നെ വന്ന് തരിക. അപ്പൊ ആ കാലത്തൊക്കെ ഈ ബസ്സാറിനെ ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ നീണ്ടു. എനിക്കൊരു നമ്പറുണ്ട്, പഠിപ്പിക്കുന്ന പിള്ളേർ സാറി എന്തിനും എന്ത് ചെയ്യും, നടക്കും. നാട്ടിൽ ഞാൻ നടക്കും. 3 മൈൽ നടന്നിവിടെ വരും. വൈകുന്നേരം തിരിച്ച് അങ്ങോട്ട് നടക്കണ്ടേ. വേറെ ആ നടപ്പ് എന്നെ സംബന്ധിച്ച് എൻ്റെ ആരോഗ്യത്തിന് ഒരുപാട് ഹാനി സംഭവിച്ചു. അപ്പം തന്നെ ഞാൻ ഒന്നും കൂടി പറഞ്ഞോട്ടെ. ഞാൻ 5ാം ക്ലാസ് പഠിക്കുന്നു. അന്ന് LP സ്കൂളിൽ 5ാം ക്ലാസ് വരെ ഉള്ളൂ. എന്നെ പഠിപ്പിച്ച PK ഗ്രിഗറി, നല്ല സേവ അധ്യാപകൻ. അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ 12 മണിയാകുമ്പോൾ സാറ് ഇതൊക്കെ നോക്കും മുകളിലേക്ക്. സൂര്യൻ നേരെ തലയ്ക്ക് മുകളിൽ വരുമ്പോൾ 12 മണി ഉണ്ടാകുന്നതാണ്. ആ സാറിന് എന്നോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. സാറോട് സ്ഥലം മാറി പോയത് ശ്രീകണ്ഠാപുരം, കണ്ണൂർ. ഇപ്പം ഞാനവിടെ പോകുന്ന കഴിഞ്ഞ് കണ്ണൂരൊക്കെ പോയി പിന്നെ കാസർഗോഡ് പോകും.
ഞാനൊരു ദിവസം ഈ ജോലിയിൽ ഇരുന്നപ്പോൾ സാറിന് ഒരു എഴുത്തില്ല രാവിലെ. ഏതായാലും സാറിന് എനിക്ക് മറുപടി തന്നു. ഞാൻ പോയി ഒരു ദിവസം ഈ ഇരുട്ടിന്ന് ശ്രീകണ്ഠ തളിപ്പറമ്പിലേക്കുള്ള വഴിയിലെ ഈ സ്കൂൾ ശ്രീകണ്ഠാപുരം. അവിടെ ചെന്നു സാറിനെ കണ്ടു. സാറൊരു കസേര എനിക്ക് ഇരിക്കാനൊരു മടി. എന്നെ പഠിപ്പിച്ച സാറില്ല. അപ്പം എന്നോട് പറഞ്ഞ നാലാമോട് ഇരിക്കാൻ പറഞ്ഞു. ഇരിക്കുന്നു. സാറവിടെ തന്നു. അപ്പോൾ എന്നെ പഠിപ്പിച്ച ഒരു സാറിനോട് എനിക്കത് ഭയങ്കര ബഹുമാനമാണ്. അപ്പോൾ ഈ അടുത്ത കാലത്ത് നിങ്ങൾ ഒരുപക്ഷെ വായിച്ചിട്ടുണ്ടാവും, നമ്മുടെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ കണ്ണൂർ ജില്ലയിൽ അദ്ദേഹത്തെ പഠിപ്പിച്ച ഒരു അധ്യാപിക, അതൊക്കെയാണ് 90 വയസ്സൊക്കെ ആയതാണ്. അവരെ കാണുന്നതിന് വേണ്ടി ഡൽഹിയിൽ നിന്നും പരിവാര സമേതം അവിടെ വരികയും ഒത്തിരി നേരം വർത്തമാനം പറയുകയും, അതായത് അവരുടെ ഭർത്താവ് മിലിറ്ററി സൈനിക സേവനായിരുന്നു. അപ്പോൾ അവിടുത്തെ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഈ ആ കൂട്ടി നമ്മുടെ ഉപരാഷ്ട്രപതിയെയും പഠിപ്പിക്കാൻ. വേദിയിലിരിക്കുന്ന സുഹൃത്തുക്കളെ, സദസ്സിലിരിക്കുന്ന നിങ്ങളെ എന്താ വിളിക്കണമെന്ന് എനിക്കറിയില്ല. കുട്ടികളെന്ന് വിളിക്കാൻ പറ്റില്ല ശരിക്കും. അതാ പക്ഷെ നിങ്ങളുടെ അങ്ങനെ തലേ നോക്കുമ്പോൾ കുട്ടികളെയും വിളിക്കാൻ പറ്റില്ല. ഏതായാലും ആദ്യമായിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച് മനോഹരമാക്കി ഒരു പരിപാടി സംഘടിപ്പിച്ച് നേരത്തെ പ്രത്യേക എൻ്റെ ഓർമ്മ ഓരോ മനുഷ്യരുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഓരോ പരിപാടികൾ കിട്ടണം. അവൻ്റെ വിദ്യാഭ്യാസം, വിവാഹം കഴിഞ്ഞപ്പോൾ കുട്ടിയുണ്ടാകുന്നത്, ഇങ്ങനെ പല കാര്യങ്ങളും എനിക്കെൻ്റെ ഇതിൽ ഓർമ്മ വരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കേസ്, നിങ്ങൾ ഇങ്ങനെ ഒരു പരിപാടിയോട് സംഘടിപ്പിച്ചല്ലോ, അതിന് ഞങ്ങളെ ഈ ടീച്ചേഴ്സിനെയൊക്കെ വിളിച്ചല്ലോ എന്നാണ്. ഞാൻ അതിന് നിങ്ങളോട് ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ ഹൈസ്കൂൾ വിദ്യാഭ്യാസം നടത്തിയത് കുരുത്താനം ഹൈസ്കൂളിലാണ്. നിങ്ങൾ പലരും അറിയില്ലാത്ത സ്ഥലം, ഒരു കുഗ്രാമമാണ്. എനിക്ക് അടുത്തുള്ള സ്കൂളെന്ന് പറഞ്ഞാൽ കുറവങ്ങാടുണ്ട്, വണ്ടിക്ക് പോകണം. അതൊന്നും പൈസ കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ട്, കർമ്മമാർക്ക് അതിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നേരെ വിളിച്ചത് കുരുത്താനത്ത് 6 കിലോമീറ്റർ നടന്നു പോകണം. കുരുത്താനം സ്കൂളിൽ ഒരു നമ്പൂതിരി സ്കൂളാണ്. ഹെഡ് മാസ്റ്ററായിരുന്ന ഒരു പട്ടേൽ സാറാണ്. ഇതൊക്കെ ഒരു കാര്യങ്ങൾ അങ്ങോട്ട് ഞങ്ങളെ വിട്ടത്. ഞങ്ങളൊരു ടീമുണ്ട്. പിന്നെ ഞാൻ പറയാനുള്ളത്, നിങ്ങളിവിടെ സദ്യയൊക്കെ ഒരുക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതിന് ഭക്ഷണം കഴിഞ്ഞ് നന്ദി പറയാൻ പറ്റില്ല. ഈ നിങ്ങൾ കേട്ടിട്ടുണ്ടോ മാർത്തോമ ക്രിസ്റ്റോ ഒരു മെത്രാപ്പൊലീത്ത? ആ മെത്രാപ്പൊലീത്ത ഞങ്ങളുടെ ക്രിസ്ത്യൻ ചർച്ചിലും അതിനോട് ബന്ധപ്പെട്ട പരിപാടിയിലൊക്കെ സദ്യ നടത്തും. സദ്യ നടത്തുമ്പോൾ അത് ആശീർവദിക്കാനായിട്ട് പള്ളിയിലെ ബിഷപ്പോ അല്ലെങ്കിൽ വികാരിയാരെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനൊരു സദ്യ നടത്തി ഈ മാർത്തോമ മെത്രാപ്പൊലീത്തയെ വിളിച്ചു കൊണ്ടുവന്നു ആശീർവദിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അങ്ങേരെ വന്നാൽ ഇപ്പം താമസിച്ചു പോയി. താമസിച്ചെന്ന് പറഞ്ഞാൽ പലരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. മെത്രാപ്പൊലീത്ത പറഞ്ഞ എന്താണെന്ന് അറിയാമോ? ഭൂരിഭാഗം പേരുടെ വയറ്റിലും ബാക്കിയുള്ളവരുടെ ഇരയിൽ ഇരിക്കുന്ന ഭക്ഷണത്തെ ഞാൻ ആശീർവദിക്കുന്നെന്ന് മെത്രാപ്പൊലീത്ത പറഞ്ഞു. അതാണ് നിങ്ങളോട് എനിക്ക് പറയാൻ. ഇപ്പോൾ കഴിക്കാൻ പോകുന്നുള്ളൂ എങ്കിൽ ഞാൻ മുൻകൂട്ടി നിങ്ങൾ ആശീർവദിക്കുകയല്ല, നിങ്ങൾ നന്ദി രേഖപ്പെടുത്തുള്ളൂ. നിങ്ങൾക്ക് എല്ലാം വിജയ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട അധ്യാപക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഏറെ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നീണ്ട 30 വർഷത്തിന് ശേഷം ഒരു കൂട്ടായ്മ, ആ ഒരു ആവശ്യമായിട്ട് പ്രിയപ്പെട്ട ഷാജിയും ജിവുമൊക്കെ മുമ്പിൽ വന്നപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. കാരണം മനസ്സുകൊണ്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചു പോരുന്ന ചില കാര്യങ്ങളാണ് എൻ്റെ മുമ്പിലേക്ക് അവർ അവതരിപ്പിച്ചത്. 2004
ഈ സ്ഥാപനത്തിൽ ഞാൻ വരുന്നത്. ഹയർ സെക്കൻഡറിയിൽ HSST ആയിട്ട് അധ്യാപകനായിട്ടാണ് വരുന്നത്. അന്ന് മുതൽ ഇക്കാലം ഇത്രയും പെരു സ്കൂളിൽ നിലനിന്ന് പോകാനായിട്ടുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി. അത് അപൂർവമായിട്ട് കിട്ടുന്നൊരു ഭാഗ്യമാണ്. സാധാരണ ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് 3 വർഷം അല്ലെങ്കിൽ 5 വർഷമൊക്കെയാണ് ഒരു സ്ഥാപനത്തിൽ ജോലി ചേർക്കുന്ന ചാൻസ് ഉള്ളത്. കൂട്ടുകാരുമായിട്ടുള്ള ആശംസകളാണ്. അതാണ് ഇനി അടുത്തതായിട്ട്. ഞാൻ ആദ്യമായിട്ട് തന്നെ നമ്മുടെ ടീച്ചർമാർക്കാണ് നന്ദി പറയുന്നത്. കാരണം ഇപ്പം ടീച്ചർമാർ പല ടീച്ചേഴ്സോടെ നമ്മളോട് സംസാരിച്ചു. നല്ല ശിക്ഷണത്തിലും അതുപോലെ നമ്മുടെ പഠിപ്പിലുള്ള പ്രകടനത്തിലും എല്ലാം നമ്മളെ ഇത്രയും നല്ല രീതിയിൽ ഒതുക്കി മെരുക്കി ഇപ്പം എല്ലാവരും തന്നെ നല്ല സെറ്റിലായിട്ടുണ്ട്. ഞാനടക്കമുള്ള എല്ലാവരും തന്നെ നമ്മൾ ഓരോ ചെറിയ ചെറിയ തൊഴിലാണെങ്കിൽ പോലും ആ എല്ലാ തൊഴിലും നമുക്ക് എടുക്കാനും അതുപോലെ തന്നെ നമ്മളെ ഈ നിലയിലേക്ക് എത്തിച്ച ടീച്ചർമാരാണ്. അത് അവർക്കാണ് ഞാൻ ആദ്യം നന്ദി രേഖപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സഹപാഠികൾ എല്ലാവരും തന്നെ ഈ അടുത്തുള്ളവരാണ്, ഈ സമീപ പ്രദേശത്തുള്ള ആളുകളാണ്. പക്ഷെ എങ്കിൽ പോലും ചില ആളുകളുടെ മുഖം ഞാനും വന്നു കഴിഞ്ഞപ്പോൾ എനിക്കും അറിയാൻ പാടില്ല. കാണുന്നത് വളരെ കുറച്ച് പ്രാവശ്യം മാത്രമേ ഉള്ളൂ. എങ്കിൽ പോലും അവരും എല്ലാവരെയും ഓർക്കാറുണ്ട്. നാരായണ സാറിനെ പൊതുവെ തന്നെ വെച്ച് കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്.